മാഡം, ഇന്ന് വന്ന പേഷ്യന്റ് വിഷമിച്ചു പോകുന്നതുണ്ടല്ലോ, അവരുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് ടാപ്സ്മിയർ റിസൾട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചുകൊണ്ട് ഈസിലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പാപ്സ്മിയർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് വളരെ ലളിതവും പെയിൻലെസ്സും ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പണ്ട് അയേഴ്സ് സ്പാച്ചുല എന്ന് വെച്ചൊരു ഉപകരണം വെച്ചാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്കൊരു ലിക്വിഡ് ബ്രഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സൈറ്റോ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്മിയർ ചെയ്തിട്ട് ലിക്വിഡ് സൈറ്റോളജിക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പാപ്സ്മിയർ അപ്പോ ഒറ്റ തവണ മാത്രം ചെയ്താൽ മതിയോ? അല്ല, നമ്മൾ 25 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ 3 വർഷവും ഓരോ പാപ്സ്മിയർ ചെയ്യേണ്ടതാണ്. അതായത് 10 വർഷത്തിൽ 2 വട്ടമെങ്കിലും. ഇപ്പോൾ HPV ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് HPV ടെസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ പാപ്സ്മിയറിനൊപ്പം എല്ലാ 5 വർഷവും അല്ലെങ്കിൽ HPV ടെസ്റ്റിംഗ് മാത്രമായിട്ട് ഓരോ 5 വർഷവും ചെയ്യാവുന്നതാണ്. 65 വയസ്സിന് ശേഷം മുൻപത്തെ 2 സ്ക്രീനിങ്ങുകൾ നോർമൽ ആണെങ്കിൽ പിന്നെ പാപ്സ്മിയർ സ്ക്രീനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നാഷണൽ ക്യാൻസർ ഡേ ആയിട്ട് എന്ത് മെസ്സേജ് ആണ് മാഡത്തിന് കൊടുക്കാനുള്ളത്? സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖ ക്യാൻസർ ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കോമണസ്റ്റ് ആയ ക്യാൻസർ ആണ്. അപ്പോൾ ഇത്രയും ഇഫക്റ്റീവ് സ്ക്രീനിങ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഗെറ്റ് യുവർ സെൽഫ് സ്ക്രീൻഡ്. ഇത്രയും നല്ലൊരു വാക്സിനേഷൻ ഉണ്ട്. നമുക്ക് HPV വാക്സിൻ which can be given to all children from 9 years of age. So stay screened, stay vaccinated and stay healthy.